السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സത്യവിശ്വാസിനികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധം സൂക്ഷിക്കേണ്ട മുറപ്രകാരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മതം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇസ്ലാം എന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം അതേതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും വിശുദ്ധ ഖുർആൻ എന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായമാണ്. ഇസ്ലാമിലേക്ക് ആളുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഒന്നാം സ്ഥാനത്തേക്ക് ഇസ്ലാം ഉയർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഏറ്റവും കൂടുതൽ വെപ്രാളത്തിലാണ്. അവർ ഇതിനെ ഏതു നിലക്കും നശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ, പ്രത്യേകിച്ച് സയനിസവും ഫാഷിസവുമൊക്കെ, അവർ ലക്ഷ്യമിടുന്നത് ഇസ്ലാമിക പ്രബോധകന്മാരെയാണ്, ഇസ്ലാമിക പണ്ഡിതന്മാരെയാണ്. ഈ സമയത്ത് ഇസ്ലാമിക പണ്ഡിതന്മാർ, ദായിമാർ, പ്രബോധകന്മാർ ഒരിക്കലും പതറാതെ ധൈര്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഈ ആദർശം ഇസ്ലാമിനെ മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്, പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് പ്രവാചകന്മാരുടെ ദൗത്യമാണ്. പ്രവാചകന്മാർ ആ രൂപത്തിൽ ആരെയും ഭയപ്പെടാതെ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. ആ പ്രവാചകന്മാർ, അവർ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും വയഖ്ശൗനഹു, അള്ളാഹുവിനെ മാത്രം അവർ ഭയപ്പെടുകയും വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെയും വ്യക്തികളെയും ആരെയും അവർ ഭയപ്പെടാതെ സധൈര്യം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ദൗത്യം നിർവഹിച്ചവരാകുന്നു. അതുകൊണ്ട് തന്നെ പ്രബോധകന്മാർ, അവർ വളച്ചുകെട്ടില്ലാതെ ഈ സന്ദേശം, ഈ ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ചില ആളുകൾ ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം അവർ പറയും, അവർക്ക് ഇഷ്ടമില്ലാത്തത്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രയാസമുണ്ടാകുന്നത് അവർ മൂടിവെക്കും. ചിലർക്ക് തൗഹീദിനെ കുറിച്ച് പറയാൻ പേടിയാണ്, ചിലർക്ക് സുന്നത്തിനെ കുറിച്ച് പറയാൻ പേടിയാണ്, ചിലർക്ക് ശിർക്കിനെ കുറിച്ചും ബിദ്അത്തിനെ കുറിച്ചും പറയാൻ പേടിയാണ്, ചിലർക്ക് ജിഹാദിനെ കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും പറയാൻ പേടിയാണ്. ഇങ്ങനെ ആവാതെ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണ മതമാണ്, സമഗ്രമാണ്. എല്ലാ നിലക്കും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രങ്ങളിലും അന്താരാഷ്ട്ര മേഖലകളിലും എല്ലാം മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രബോധകന്മാർ അത് ജനങ്ങളിലേക്ക് കൃത്യമായ നിലയ്ക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവർ മാത്രമാണ് വിജയികൾ. പ്രബോധകന്മാർ മാത്രമാണ് വിജയിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മയിലേക്ക് ക്ഷണിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന, ദുരാചാരത്തിൽ നിന്ന് വിലക്കുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ, അവർ മാത്രമാണ് വിജയികൾ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ല, ഞാനും എൻ്റെ കുടുംബവും എന്ന നിലയ്ക്ക് ഒതുങ്ങിക്കൂടേണ്ടവരല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് ജനങ്ങൾക്ക് സന്മാർഗം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അല്ലാഹു നമ്മളെ ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ഒരു ഉത്തമ സമൂഹമാകുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ടവരാകുന്നു. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, നല്ലത് പറഞ്ഞു കൊടുക്കുന്നു, സദാചാരം കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, ചീത്തയെ നിങ്ങൾ നിരോധിക്കുന്നു.
നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഒരു സഹാബി പ്രകാരം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും, നിങ്ങൾ ഖൈർ ഉമ്മത്താകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ഖൈർ ഉമ്മത്തിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹു പറഞ്ഞ ഈ 3 കണ്ടീഷൻ പൂർത്തീകരിച്ചു കൊള്ളട്ടെ. അഥവാ നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, അള്ളാഹുൽ വിശ്വസിക്കുന്ന ഈ 3 ഗുണങ്ങൾ ഉള്ളവർ മാത്രമേ ഖൈർ ഉമ്മത്താവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരെയും ഭയപ്പെടാതെ നമ്മൾ ഈ ദൗത്യം ഏറ്റെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഖുദൂസിയായ ഹദീസിൽ ഇപ്രകാരം കാണാൻ സാധിക്കും, നാളെ പരലോകത്ത് ഒരു അടിമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം ചോദിക്കുമത്രേ, നീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? അള്ളാഹുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ജനങ്ങളോട് പറയേണ്ടിയിരുന്നല്ലോ, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ ഇപ്രകാരം പറയുമത്രേ, ഞാൻ ജനങ്ങളെ പേടിച്ചതുകൊണ്ടാണ്, ആളുകളെ ഭയന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ചോദിക്കുന്നത്, നീ ജനങ്ങളെക്കാളും നീ മനുഷ്യരെക്കാളും കൂടുതൽ പേടിക്കേണ്ടിയിരുന്നത് എന്നെയായിരുന്നില്ലേ എന്ന് അവിടുന്ന് ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ദഅവത്തിന്റെ മേഖലയിൽ മുന്നേറുക. ഇസ്ലാം സമഗ്രമാണ്, സമ്പൂർണ്ണമാണ്. അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതമാണ്. അത് വംശീയതയുടെ മതമല്ല, അത് വർഗീയതയുടെ മതമല്ല, അത് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മതമല്ല, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതമാണ് എന്ന ദൗത്യം, ആ ഇസ്ലാമിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.